എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ വാങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ക്യാമറ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ക്യാമറ എടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നിക്കോൺ കൂൾപിക്സ് P900 എന്ന് പറയുന്നൊരു ക്യാമറയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ് ക്യാമറ. അപ്പോൾ ഇത് നമുക്ക് എല്ലായിടത്തും കോമ്പാക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ബൈക്കിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ നമ്മുടെ അത്യാവശ്യം റൈഡിങ് വീഡിയോകളൊന്നും നമുക്ക് ഇത് വെച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ക്യാമറ ഒരു ചെറിയ ക്യാമറ ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ ക്യാമറ വാങ്ങിക്കാൻ തീരുമാനം. അപ്പോൾ ആ ക്യാമറ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ കാണിക്കാം. ഇതാണ് ക്യാമറ. ഇത് DJIയുടെ ഓസ്മോ ആക്ഷൻ എന്ന് പറഞ്ഞ ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ക്യാമറ വാങ്ങി എന്നുള്ളതും കൂടെ ഞാൻ പറയാം. കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഒരു വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അതല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇതേപോലൊരു ക്യാമറ അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഗോപ്രോയുടെ ക്യാമറകളൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ നല്ല വിലയാണ്. ഇപ്പോൾ GoPro 8ഉം GoPro 9 ഒക്കെ ഇറങ്ങിയപ്പോഴും 40,000 രൂപയൊക്കെ വിലയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ യഥാർത്ഥത്തിൽ ഇപ്പോൾ GoPro കൊണ്ടുവന്നിരിക്കുന്നത് GoPro 9ൽ മാത്രമാണ്. GoPro 9ൻ്റെ ഒപ്പം തന്നെ ഇത് നമുക്ക് കിടപിടിക്കുന്ന ഒരു ക്യാമറയാണ് കേട്ടോ. അതുകൂടെ ഒരു സംഭവമുണ്ട്. കാരണം പറഞ്ഞാൽ ഇത് ചൈനീസ് ബ്രാൻഡ് ആയതുകൊണ്ട് ഇതിന് മോശമാണെന്നും കരുതണ്ട. നല്ല അടിപൊളിയായിട്ടൊരു ക്യാമറയാണ്. അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഈ ക്യാമറയിൽ ഡബിൾ സ്ക്രീനാണ് കേട്ടോ. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഓരോ സ്ക്രീനുണ്ട്. അതേപോലെ HDR 4K നമുക്ക് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. അതായത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിനടിയിലേക്ക് ഒരു 11 മീറ്റർ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കേസും ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെബിലൈസേഷൻ വീഡിയോ സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതേപോലെ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിൽ പിന്നെയാണെങ്കിൽ 8x സ്ലോ മോഷൻ ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തി ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ലോ മോഷൻ വീഡിയോകൾ നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. കാരണം അത് ഈ ക്യാമറയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിയുള്ള ക്യാമറയിൽ ഉള്ളതിൻ്റെ കൂടെ ടൈം ലാപ്സ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു സാധാരണ വ്ളോഗർമാരെ സംബന്ധിച്ച് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. പിന്നെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ക്യാമറയാണ് GoProയും കാര്യങ്ങളൊക്കെ. അപ്പോൾ GoProയിൽ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതേ ഫീച്ചറുള്ള ഒരു GoPro ക്യാമറ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു 30,000 രൂപ മുകളിലേക്ക് പോകും. ഇപ്പോൾ ഇറങ്ങിയ GoPro 8ഉം GoPro 9ഉം ഒക്കെ ഭയങ്കര വില. അത് മാത്രമല്ല, ഈ ക്യാമറ എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളതിൻ്റെ കാര്യം കൂടെ ഈ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു. അപ്പം ഇതാണ് ഇതിൻ്റെ കവർ. നല്ല ഡീസൻസി ആയിട്ടൊരു നല്ലൊരു കവറാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം ഒന്ന് അഴിച്ചു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെളിയിലൊരു പ്ലാസ്റ്റിക് ലെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് മുന്നേ അഴിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാട് വരുന്നത്. ഇതാണ് ക്യാമറ. അപ്പം ഇതാണ് ക്യാമറ. അപ്പോൾ ക്യാമറയെ കുറിച്ച് കൂടുതൽ നോക്കാം. ഈ ക്യാമറയുടെ കൂടെ വരുന്ന ആക്സസറീസുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാനുണ്ട്. ഒരു ചെറിയ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സൊക്കെ ഞാൻ നേരത്തെ അഴിച്ചതാട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ചുമ്മാ എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാറ്ററി കേസ് ഇതാണ്. അപ്പം ഇതില്ലാത്തുള്ള ബാറ്ററി ഞാൻ ഓൾറെഡി ക്യാമറയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മെമ്മറി കാർഡ് കൊടുക്കാനുള്ളൊരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് മെമ്മറി കാർഡൊക്കെ ഇടാനൊക്കെ ഇത് ഉപയോഗിക്കാം. ബാറ്ററി നമ്മൾ മാറ്റിയാലും. അപ്പോൾ അങ്ങനെ ഒരു പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് പറഞ്ഞാൽ മൗണ്ടുകളാണ് കേട്ടോ. അപ്പം ഒരു ഫ്ലാറ്റ് മൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു കർവ്ഡ് ആയിട്ടുള്ള നമ്മളെ ഈ എന്താ പറയുക ഹെൽമെറ്റിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതിലിടാനുള്ള ഒരു ബോൾട്ട് കിടപ്പുണ്ട്. ക്യാമറയിൽ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളൊരു ബോൾട്ടുകളുണ്ട്. പിന്നെ കാണുന്ന പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവലിലെ ഗൈഡുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കേബിളൂടെ വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ചാർജിങ് കേബിളാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഫയൽ ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റും. നമ്മുടെ ഫോണിലേക്ക്
OTG സംവിധാനം വഴി നമുക്ക് ഫോണിലേക്ക് ഇതിൻ്റെ ഇതെടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ തന്നെ DJയുടെ ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറ. ഈ ക്യാമറ ഞാൻ എടുക്കാനുള്ള 2 കാര്യങ്ങളാണുള്ളത് കേട്ടോ. ഒന്ന് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സ്ക്രീനും, പിന്നെ അതേപോലെ ഇതിൻ്റെ ഫിൽറ്റർ, അതായത് ഇതിൻ്റെ ഒരു പിന്നെ ലെൻസിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ടർ കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഊരി മാറ്റുകയും ചെയ്യാം. ഇപ്പം ഇതിനെന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറ്റിയാൽ നമുക്ക് വേറെ തേർഡ് പാർട്ടി ആയിട്ട് വാങ്ങി ഉപയോഗിക്കാനും പറ്റും. GoPro 8-ൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. GoPro 8-ഉം ഇതും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. കാരണം ഇതിൽ കുറേ സംഭവം. GoPro 8-ൽ പിന്നെ ഫ്രണ്ട് ക്യാം പിന്നെ സ്ക്രീനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പം അത് വന്നിരിക്കുന്ന GoPro 9-ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ ഫീച്ചർ തന്നെ, പിന്നെ ഇതേ ഫീച്ചറിലെ കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് GoPro 9-ലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെബിലൈസേഷൻ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പിക്ചറിനൊരു എന്താ പറയുക, ഒരു കളർഫുള്ളായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് തോന്നും ആ വീഡിയോ ഷൂട്ട് ചെയ്യും. ഇതിനെന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് കളർ ഇതേ ഉള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇത് വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്തിട്ട് അതേ ഉണക്കൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാമറ ഓൺ ചെയ്ത്, ഇവിടെയാണ് ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ അതേപോലെ ഇവിടെ പിന്നെ സ്റ്റാർട്ട് റെക്കോർഡിങ്, സ്റ്റോപ്പ് റെക്കോർഡിങ്, പിന്നെ ഈ സൈഡിൽ വരുന്നത് നമുക്ക് ഓപ്ഷൻസുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ പിന്നെയാണ് ഈ സോൾഡ് ആയിട്ടുള്ളതും ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് മാറിപ്പോയി ഉണ്ടല്ലേ. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, HDR ആയിട്ട് എടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവം. പിന്നെ ടൈം ലാപ്സ്, ഫോട്ടോ, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തി ഒളിച്ചാലാണ് ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം. ഇത് ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളത്, അത് ക്യാമറയുടെ ബ്രൈറ്റ്നെസ് കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ ഇതൊരു പിന്നെയാണെങ്കിൽ നമുക്ക് പിന്നെ ഏത് രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ താല്പര്യം അത് നമുക്ക് ഇതിൽ സേവ് ചെയ്തിട്ട് നമുക്കിതിൽ പെട്ടെന്ന് എടുത്ത് ഓൺ ചെയ്ത് നമുക്ക് വീഡിയോ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലോക്ക് ചെയ്യാൻ പറ്റും സ്ക്രീൻ കണ്ടില്ലേ. ഇനിയിപ്പം പിന്നെ സ്ക്രീന് നമ്മൾ അൺലോക്ക് ചെയ്യണമെങ്കിൽ മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ. പിന്നെ അതേപോലെ ഈ സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ക്യാമറ മാനുവലായിട്ട് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇതിൽ. അത് ഫോട്ടോയിലും ഉണ്ട്, വീഡിയോയിലും ഉണ്ട് കണ്ടില്ലേ. പിന്നെ പിന്നെ താഴെ നിന്ന് മേലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് പിന്നെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 720p 180p എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ 8x സ്ലോ മോഷനിലൊക്കെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ മൈക്കുണ്ട് കേട്ടോ. 2-3 സൈഡിലെങ്ങാണ്ട് മൈക്കുണ്ടെന്ന് പറഞ്ഞേക്കാം, പക്ഷേ അതിനെക്കുറിച്ച് കറക്റ്റായി എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ഡബിൾ സ്ക്രീൻ വർക്ക് ചെയ്യുന്ന നോക്കണം കണ്ടില്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് പിന്നെ സ്ക്രീൻ കാണുന്നുണ്ട്. നമുക്ക് നമ്മളെ നോക്കി നിന്ന് സംസാരിക്കാനും എടുക്കാനും ഒക്കെ പറ്റും. അതൊരു വലിയ അതേ കാര്യമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ് കേട്ടോ. Note 7 Pro എന്ന് പറയുന്ന റെഡ്മിയുടെ ഫോണിലാണ്. അപ്പോൾ ഇത് നല്ല കണ്ടില്ലേ, അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് നമുക്കിത് കിട്ടുന്നുണ്ട് കണ്ടില്ലേ. പിന്നെ ഇത് നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ഡബിൾ സ്ക്രീന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്ക് പിന്നെ 2 വിരൽ വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോണം ഉണ്ടല്ലേ. ഇതിപ്പോൾ 2 വിരൽ വെച്ച് ടച്ച് ചെയ്യുമ്പോൾ മുന്നിലത്തെ സ്ക്രീൻ ഓഫായി, ബാക്കിൽ സ്ക്രീൻ ഓണായി. അതേപോലെ ഒന്നുകൂടെ പിന്നെ ഡബിൾ ടച്ച് കഴിഞ്ഞാൽ മുന്നിലേക്ക് ആ സ്ക്രീൻ വരും. വീണ്ടും ഒന്നും കൂടെ നമ്മൾ ബാക്ക് സ്ക്രീനിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ബാക്കിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ കമാൻഡിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടെന്ന് പറയുന്നത് ഉണ്ടല്ലേ, വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം ഇതിലെടുത്ത് ഓണാക്കിയതിന് ശേഷം നമ്മൾ വോയിസ് കമാൻഡിലൂടെ ക്യാമറ സ്റ്റാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇത് സ്റ്റാർട്ടാവും. അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കൊടുക്കുന്ന സ്റ്റാർട്ട് റെക്കോർഡിങ്, സ്റ്റോപ്പ് റെക്കോർഡിങ്, ടേക്ക് എ ഫോട്ടോ, പിന്നെ സ്ക്രീൻ സ്വിച്ച്, ഷട്ട് ഡൗൺ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വോയിസ് കമാൻഡിലൂടെ ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
പിന്നെ ഇതിൻ്റെ ടച്ചൊക്കെ വളരെ സ്മൂത്തി ആയിട്ടുള്ള ടച്ചാട്ടോ. പിന്നെ സാധാരണ നമ്മൾ വില കുറഞ്ഞ ക്യാമറകൾ വാങ്ങിക്കുമ്പോൾ ഉള്ള സെറ്റപ്പിലുള്ളതല്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇത് കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ GoPro 9ൻ്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്നൊരു ക്യാമറ തന്നെയാണിത്. ഇത് വാങ്ങി ഉപയോഗിച്ചവരെയൊക്കെ എനിക്ക് മുന്നേ അറിയാം. അപ്പം അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഞാനും ഈ ക്യാമറ വാങ്ങിയത്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി. അത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ ഇതിനൊരു കേസ് അവർ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് അതായത് നമ്മുടെ സെൽഫി സ്റ്റിക്കിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനത്തിന് വേണ്ടിയാണ് ഈ കേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കേസ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങനെ വലിച്ച് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാണിച്ചുതരാം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയായിട്ട് ഇങ്ങനെ എടുക്കാം. ഉണ്ടല്ലോ, അപ്പോൾ ഈ ക്യാമറ എന്ന് പറഞ്ഞ സാധനം ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാൻ സാധിക്കും. ഇതിന് 11 മീറ്റർ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇങ്ങനെയുള്ളൊരു ക്യാമറ നമുക്ക് ഇപ്പം ഇതേ കണക്കുള്ള ഒരു GoPro ക്യാമറ വാങ്ങിക്കണമെങ്കിൽ ഈ ഫ്രണ്ട് സ്ക്രീനുള്ളൊരു GoPro ക്യാമറയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 40,000 രൂപ അടുപ്പിച്ച് വരും. ഇപ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ് GoPro എടുക്കണോ അതോ പിന്നാണെങ്കിൽ DJI Osmo Action എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനത് 2 രീതിയിൽ പറയും. ഒന്ന്, നിങ്ങൾക്ക് ഒരു വില കുറഞ്ഞ, അതായത് ഒരു 20,000 രൂപ അല്ലെങ്കിൽ ഒരു 21,000 രൂപ അടുപ്പിച്ചൊക്കെ നിങ്ങൾക്കൊരു ക്യാമറ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് DJI Osmo Action എടുക്കാം. ക്യാമറ ഇറങ്ങിയപ്പം ആദ്യമായിട്ട് ഈ ക്യാമറയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ഇനിയൊരു ക്യാമറ വന്നു പറഞ്ഞാൽ GoPro Hero 7 ആയിരുന്നു. പിന്നെ അതിനുശേഷം അവർ GoPro Hero 8 ഇറക്കി. പിന്നെ Hero 8 ഇറക്കിയപ്പോഴും പിന്നെയാണ് ഈ ഒരു ഫ്രണ്ട് സ്ക്രീനൊന്നും അതിലില്ലായിരുന്നു. പിന്നെ അതല്ല, അവരുടെ ഈ പിന്നെ ലെൻസ് വരുന്ന സംഭവം അവർക്ക് അത് പിന്നെ താഴെ വീണ് പൊട്ടി വല്ലതും പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ലായിരുന്നു. ആ ക്യാമറ പോയി തന്നെ നമ്മൾ പറയേണ്ടി വരും. അതേ സ്ഥാനത്ത് ഈ ക്യാമറയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇതൊക്കെ പോയാലും നമുക്ക് വേറെ വാങ്ങി സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ND ഫിൽറ്റർ നല്ല സൈസ് കുറേ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതെല്ലാം വാങ്ങി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴാണ് അവർ GoPro 9ലാണ് അവർ ആദ്യമായിട്ടൊരു ഫ്രണ്ട് സ്ക്രീൻ കൊണ്ടുവരുന്നത്. ഇത് പിക്ചർ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. GoPro 9ലായാലും DJI Osmo Actionലായാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ GoPro 9ൽ എപ്പോഴും പിന്നെ സ്കൈ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്കൈ ഒക്കെ നല്ല ബ്ലൂയിഷ് ആയിട്ടിരിക്കും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഈ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന വീഡിയോ വിഷ്വലാണ് DJI Osmo Actionൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ടും എനിക്ക് വലിയ കളർ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഈ ക്യാമറ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിൽ പറ്റുന്നൊരു ക്യാമറ ഇതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ GoProയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതായത് GoPro Hero 7 തന്നെ 27,000 രൂപ അടുപ്പിച്ചാവും. അതേപോലെ പിന്നെ അതിൻ്റെ മെമ്മറി കാർഡും കാര്യങ്ങളെല്ലാം വരുമ്പോൾ 30-35,000 രൂപയ്ക്ക് കയറ്റാത്താവും. അതേ സമയത്ത് GoPro 9 ആകുമ്പോൾ 45,000 അത്രയൊക്കെ വരുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ GoPro 8 ഒരു ഫെയിലിയർ പിന്നെ ആണെങ്കിൽ ഒരു ക്യാമറ എന്ന് പറയേണ്ടി വരും. പക്ഷേ GoPro 9 അതിനൊക്കെ ഇതിറക്കി. പക്ഷേ GoPro 9നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്യാമറയും കൊണ്ടുവയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഇതൊരു ക്യാമറ റിവ്യൂ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഒരുപാട് ക്യാമറകൾ ഇപ്പം ഞാൻ ഈ DJI Osmo Action വാങ്ങിക്കുന്നതിന് മുന്നേ ഒരുപാട് ക്യാമറകൾ ഞാൻ നോക്കിയിരുന്നു. ഏത് വാങ്ങിക്കണം, നമ്മുടെ ബഡ്ജറ്റിന് കറക്റ്റായിട്ടൊരു ക്യാമറ വേണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് എന്തുകൊണ്ടും എനിക്ക് എൻ്റെ പർപ്പസിനും എൻ്റെ രീതിക്കും അനുസരിച്ച് ഈ ക്യാമറ തന്നെയാണ് കറക്റ്റെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും റിവ്യൂ ഒന്നുമല്ല, എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലെടുത്ത കുറേ വീഡിയോ സാമ്പിളൊക്കെ കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 180p 60ൽ എടുക്കുന്ന റോക്ക് സ്റ്റഡി ഓഫ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180p പിന്നെയാണ് 60ലുള്ള റോക്ക് സ്റ്റഡി ഓൺ ചെയ്തുള്ള ഒരു വീഡിയോ സാമ്പിളാണ്. അപ്പോൾ ഞാൻ നോടി കാണിക്കാം. അപ്പം അതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രയും സ്മൂത്തി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇപ്പോൾ നിങ്ങൾ കാണുന്ന DJI Osmo ആക്ഷനിലെടുത്ത 8x സ്ലോ മോഷൻ ആണ് കേട്ടോ. നല്ല സ്മൂത്തി ആയിട്ടുള്ള പിന്നെ സ്ലോ മോഷൻ വീഡിയോ നിങ്ങൾക്കിപ്പം നോക്കിയാൽ കാണാൻ സാധിക്കും. വീഡിയോ കാണുന്ന പിന്നെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.